ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും A അജികുമാറിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. സെപ്റ്റംബർ 1 വരെയാണ് വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ഇരുവരെയും നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനീഷ്, ഇപ്പോഴിതാ വീണ്ടും ഇരുവരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇരുവർക്കും കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇവർക്കെതിരായ കൂടുതൽ തെളിവുകൾ, വിശദാംശങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന് മനസ്സിലാക്കണോ? തീർച്ചയായും അനുശ്രീ, അങ്ങനെ തന്നെയാണ്. പ്രതികളെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വീണ്ടും 14 ദിവസത്തേക്കാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ നിലവിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളാണ് ഹാജരാക്കിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി PS പ്രശാന്തും അജികുമാറും ബന്ധപ്പെട്ടതിന്റെ ഡിജിറ്റൽ രേഖകളടക്കം പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാൻ അനുമതി തേടിയ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഫോണിൽ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുന്നു. ഇത് പ്രോസിക്യൂഷൻ കോടതിയിൽ കൃത്യമായി വാദിച്ചു. അതുപോലെ തന്നെ അനുമതി തേടി മറ്റൊരാളുടെ ഇമെയിൽ വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയെന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇത് കോടതിയിൽ കൃത്യമായി തന്നെ ഇതിന്റെ രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ സ്വർണം പൂശലിന്റെ 40 വർഷത്തെ വാറണ്ടി പോറ്റിയുടെ പേരിൽ ആയിരുന്നു അന്ന് നൽകിയിരുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ദേവസ്വം സ്വത്തിന്റെ ഈ വാറണ്ടി സ്വകാര്യ വ്യക്തിയുടെ പേരിലായത് വലിയ രീതിയിലുള്ള ദുരൂഹതയാണെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. എന്തായാലും നിലവിൽ ഇവരുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞപ്പോൾ ഇന്ന് വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അനുശ്രീ, ശരി. വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.